സൂപ്പർ താരങ്ങളുടെ നിശബ്ദത, പ്രത്യേകിച്ച് മമ്മൂട്ടി, മോഹൻലാൽ ഈ സംഭവത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം നിശബ്ദരായിരിക്കുന്നു എന്ന് വളരെ ശക്തമായ ആരോപണം ഉയർന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവരിങ്ങനെ മൗനം ദീക്ഷിക്കുന്നത്? അല്ല, അത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ രണ്ടുപേരുടെ അടുപ്പം തീർച്ചയായിട്ടും ഉണ്ടെങ്കിലും നിങ്ങൾ ധരിക്കുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കില്ല ഈ വിഷയത്തിൽ ഞങ്ങൾ തമ്മിലുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ അമ്മയുടെ ഷോ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 20 or 21 അതിനുശേഷം ഞാൻ മമ്മൂക്കയെ വിളിച്ചിട്ടേ ഇല്ല, ഞങ്ങളൊന്നും സംസാരിച്ചിട്ടേ ഇല്ല. ശ്രീ മോഹൻലാൽ എന്നോട് രാജിവെക്കുന്ന ദിവസം വിളിച്ചിരുന്നു. ഞാനിങ്ങനെ രാജിവെക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, മാധ്യമങ്ങളെ കാണുന്നില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് പറയണ്ടേ എന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം, എനിക്കറിയാം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ളൊരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു സർജറി ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ചെന്നൈയിലായിരുന്നു. മിക്ക ദിവസവും അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്നു. പക്ഷേ താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള സംഗതിയാണ്. അവർ സംസാരിച്ച് കേൾക്കാൻ എനിക്കും ആഗ്രഹമുണ്ടെന്നുള്ളതാണ്. എനിക്ക് അവർ സംസാരിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. കോമ്പറ്റീഷൻ കമ്മീഷൻ റിപ്പോർട്ട് വച്ചുകൊണ്ടാണല്ലോ വിനയൻ ആരോപണം ഉന്നയിച്ചത്. ഞാനൊരു ക്രൈം ചെയ്തുകൊണ്ടല്ലോ അങ്ങനൊരു നടപടി നേരിടുന്നത്. കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ എതിർവിധിയുണ്ടായ ആദ്യത്തെ ട്രേഡ് യൂണിയനുമല്ല ഫെഫ്ക, ആദ്യത്തെ ട്രേഡ് യൂണിയൻ സെക്രട്ടറിയുമല്ല ഞാൻ. ഇന്ത്യയിലെ വിവിധ ട്രേഡ് യൂണിയനുകൾക്കെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ വിധികളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നിയമത്തിൽ MRTPയിൽ ട്രേഡ് യൂണിയൻസ് ആർ എക്സംപ്റ്റഡ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവർക്ക് ട്രേഡ് യൂണിയനുകളെ അവർ ഒഴിവാക്കുന്നു. എന്നാൽ ആ ആക്ട് കോമ്പറ്റീഷൻ ആക്റ്റായിട്ട് പരിണമിക്കപ്പെട്ടപ്പോൾ ഈ ട്രേഡ് യൂണിയൻസ് ആർ എക്സംപ്റ്റഡ് എന്നുള്ള ക്ലോസ് പോയി. അപ്പോൾ നാച്ചുറലി എന്ത് സംഭവിച്ചു? ട്രേഡ് യൂണിയൻസ് ഇതിൻ്റെ ഭാഗമാണെന്നുള്ള ഇൻ്റർപ്രിട്ടേഷൻ വന്നു. ഞങ്ങൾക്കെതിരെ അവരുടെ പരാതി പറഞ്ഞപ്പോൾ ഞങ്ങളൊരു കാർട്ടൽ സ്വഭാവത്തോടു കൂടി തൊഴിൽ നിഷേധം നടത്തുന്നു എന്നായിരുന്നു പരാതി. അതിനനുബന്ധമായിട്ടുള്ള തെളിവുകളുണ്ട്. ഞാൻ അതിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല. ആ തെളിവിനൊക്കെ വലിയ പ്രശ്നങ്ങളുള്ള തെളിവുകളാണ്. ഞാൻ അതിനകത്തേക്ക് കടക്കുന്നില്ല. കാരണം വിധി വന്ന ഒരു സാധനത്തിൻ്റെ തെളിവുകളുടെ മെറിറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറയുന്നത് ട്രേഡ് ബോഡീസിനെയും ട്രേഡ് യൂണിയനെയും കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ കോമ്പറ്റീഷൻ ആക്ട് ഇന്ത്യയിലെ മുഴുവൻ ട്രേഡ് യൂണിയനുകളെയും ഒരു ആൻറ്റി കമ്പറ്റീറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഒരു ചെറിയ വാചകം ഞാൻ വായിക്കാം. ഒരു ഗൗരവമേറിയ ലീഗൽ സ്റ്റഡിയാണിത്. സോ ദ മേജർ ക്വസ്റ്റ്യൻ ദാറ്റ് അറൈസസ് ഇസ് വെദർ ദ കോമ്പറ്റീഷൻ ആക്ട് prohibits collective action by trade unions. While the Supreme Court in Competition Commission of India versus Coordination Committee attempted to adjudicate on this matter, its verdict only further complicated the issue. ഇതൊരു ഗൗരവമേറിയ ലീഗൽ സ്റ്റഡിയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി കോമ്പറ്റീഷൻ ആക്ടിനകത്തെ ട്രേഡ് യൂണിയനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിന് പലതരത്തിലുള്ള വിധിന്യായം വന്നിട്ടും അതിൽ ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ ഒരു വിധി എനിക്കെതിരായി എന്നുള്ളതിനെ ഞാൻ അഭിമാനപൂർവ്വമാണ് കാണുന്നത്. ബി ഉണ്ണികൃഷ്ണനെ അല്ല നയ രൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഞാനവിടെ പ്രതിനിധാനം ചെയ്യുന്നത് വണ്ടി ഓടിക്കുന്നവരെയും ഔട്ട്ഡോർ യൂണിറ്റ് തൊഴിലാളികളെയും ഭക്ഷണം ഉണ്ടാക്കുന്നവരെയും പാത്രം കഴുകുന്നവരെയും തയ്യൽ പണിയെടുക്കുന്നവരെയും തൊട്ട് എഴുത്തുകാരെയും ഛായാഗ്രാഹകരെയും എഡിറ്റേഴ്സിനെയും ഡയറക്ടേഴ്സിനെയും വരെയുള്ള ക്രാഫ്റ്റുകളെയാണ്. അവരുടെ ശബ്ദവും അവരുടെ കൺസേൺസുമാണ് ആ നയരൂപീകരണ സമിതിയിൽ എന്നിലൂടെ കേൾക്കുന്നത്. അപ്പോൾ എന്നെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറയുന്നത് നയരൂപീകരണ സമിതിയിൽ ഒരു ട്രേഡ് യൂണിയൻ്റെ പ്രസൻസ് പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയുള്ളവരാണ്. അതിന് ഞാൻ അങ്ങനെയേ കാണുന്നുള്ളൂ. പിന്നെ ഇത് നിർബന്ധമായും അവിടെ ആ നയരൂപീകരണ സമിതിയിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് നമ്മൾ തീരുമാനിച്ചതല്ല. നമ്മളുടെ പ്രവർത്തനങ്ങൾ കണ്ട് നമ്മളെ അതിനകത്തേക്ക് സർക്കാർ ക്ഷണിച്ചതാണ്. അത് നമ്മൾ ആദരവോടുകൂടി കാണുന്നു, അതിൻ്റെ ഭാഗമാകുന്നു, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത്തരം ആരോപണങ്ങളൊന്നും വരുന്നത് കൊണ്ട് സ്വയം പിന്മാറേണ്ടതില്ല. അതൊന്നും പിന്മാറേണ്ട കാര്യമില്ലല്ലോ. ഞാനീ പറഞ്ഞത് എനിക്ക് തോന്നുന്നു അതിന് കൃത്യമായ വിശദീകരണമാണ് എന്ന് തോന്നുന്നു. തൊഴിലാളികൾ അങ്ങനെ പിന്മാറിപ്പോകേണ്ട കാര്യമില്ലല്ലോ ഒരു ആരോപണത്തിൻ്റെ വെളിച്ചത്തിൽ. തന്നെയല്ല, ഈ നയരൂപീകരണ സമിതി വന്നിട്ട് എത്ര നാളായി? എന്തുകൊണ്ടാണ് ഈ ആരോപണം ഇപ്പോൾ വരുന്നത്? ഇതിനു മുമ്പ് ഉന്നയിക്കപ്പെടാത്തത് എന്താണ്? അപ്പോൾ ഏത് സന്ദർഭത്തിലാണ് ഇത് ഉന്നയിക്കപ്പെടുന്നത്? അത് ദുഷ്ടലാക്കില്ലേ?